തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ട്രാൻസ്ജെൻഡറിന് സീറ്റ് നൽകി UDF. മേയ പ്രസാദ് പോത്തൻകോട് ഡിവിഷനിൽ മത്സരിക്കും. UDFന്റെ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. RB സനൂപുണ്ട് വിവരങ്ങൾ നൽകാൻ. സനൂപ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എല്ലാ പ്രാവശ്യവും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അതിലെന്തെങ്കിലും സർപ്രൈസ് അവർ നിലനിർത്തുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ 13 സീറ്റുകളിൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതേ സർപ്രൈസ് ആണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറിനാണ്. കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അമയ പ്രസാദിനാണ് ഇപ്പോൾ സീറ്റ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് ഡിവിഷനിൽ അമയ പ്രസാദ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അതിനോടൊപ്പം 13 സീറ്റുകളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. കല്ലറയിൽ മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സുധീർ ഷാ പാലോട് മത്സരിക്കുന്നുണ്ട്. അതേപോലെ പൂവച്ചലിൽ KSUവിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഗോപു നെയ്യാറും മത്സരിക്കുന്നുണ്ട്. നേരത്തെ ഈ 2 സീറ്റുകൾ ഇപ്പോ ഘടകകക്ഷികൾക്കാണ് നൽകിയിട്ടുള്ളത്. നാവായിക്കുളം RSPക്കും കണിയാപുരം മുസ്ലിം ലീഗിനും കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട്. ഇതോടെ ഇപ്പോൾ 13 സ്ഥാനാർത്ഥികൾ കൂടെ പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും അമയ പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥാനാർത്ഥി.